നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിരട്ട ചായയാണ് കേട്ടോ. അപ്പോൾ യൂട്യൂബിലും അതേപോലെ തന്നെ ടിക്ടോക്കിലും വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി ചായയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ചിരട്ട ചായ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചിരട്ട ചായ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ്സോളം പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തിളപ്പിച്ചെടുക്കാം കേട്ടോ. പാല് നല്ല പോലെ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ല പോലെ നമ്മൾ തിളപ്പിച്ചെടുക്കണം. തിളച്ച് പൊന്തി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പാലിപ്പോൾ അതാ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് വെക്കാം. എന്നിട്ട് നമുക്കിങ്ങനെ ചായ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതേപോലത്തെ ഒരു ചിരട്ടയാണ്. അപ്പോൾ ചിരട്ടി എടുക്കുമ്പോൾ നമ്മൾ കണ്ണുള്ള ഭാഗം എടുക്കാതെ ഈ ഒരു ഭാഗം നോക്കി എടുക്കാം കേട്ടോ. നല്ല വൃത്തിയുള്ള അതേപോലെ തന്നെ നല്ല പൊട്ടാത്തതൊക്കെ നോക്കിയുള്ള ചിരട്ട വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരുപാട് നാര് നിൽക്കുന്നുണ്ടെങ്കിൽ അത് കത്തി വെച്ചിട്ടൊന്ന് നല്ലപോലെ ചെത്തിക്കളയാം കേട്ടോ. അതല്ലെങ്കിൽ നാര് ഒരുപാട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കത്തിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചിരട്ട പെട്ടെന്ന് കത്തി പിടിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഉള്ളും നല്ല പോലെ വൃത്തിയായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. വൃത്തിയാക്കി എടുക്കാം, അതേപോലെ തന്നെ കഴുകിയെടുക്കാം. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതേപോലത്തെ ഒരു ക്ലിപ്പാണ്. കാരണം നമ്മൾ ചായ തിളച്ച് പൊന്തുമ്പോൾ ഇത് നമുക്ക് അടുപ്പത്തു നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൈ വെച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഇതേപോലെ അങ്ങ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് അടുപ്പത്തു നിന്ന് മാറ്റാം. അപ്പോൾ ഇത് രണ്ടാണ് മെയിനായിട്ട് വേണ്ടത്. ഇനി നമുക്ക് ചായ ഉണ്ടാക്കാൻ തുടങ്ങാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അടുപ്പത്ത് നമ്മൾ ചിരട്ട വെക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ അടുപ്പിൻ്റെ അടുത്ത് തന്നെ ഇതേപോലെ ഒരു പാത്രം കൂടി വെക്കാം കേട്ടോ. കാരണം ചായ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ പാത്രത്തിലേക്ക് കാണിക്കണം. അതല്ലെങ്കിൽ ചായ പുറത്തേക്ക് അടുപ്പത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പാത്രം അടുത്ത് തന്നെ വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിരട്ട അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഒരു ചെറിയ ഏലക്കായും കൂടി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏലക്കായ്ക്ക് പകരമായിട്ട് വേണമെങ്കിൽ ഇഞ്ചിയുടെ ചെറിയൊരു കഷ്ണം ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഈ വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ ചായപ്പൊടി ഇടാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ളം ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ ഇതാ വെള്ളം നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമുക്ക് തേയില ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ തേയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ കടുപ്പത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഈ തേയില ഈ വെള്ളത്തിൽ കിടന്നിട്ട് നല്ല പോലെ തിളച്ച് വരണം. ആ സമയത്താണ് നമ്മൾ ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം സൈഡിൽ തള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല പോലെ ചിരട്ട ചൂടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ലിപ്പ് റെഡിയാക്കി വെക്കാം. തള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ സമയം നമ്മൾ നേരത്തെ തിളപ്പിച്ച് മാറ്റി വെച്ചിരുന്ന പാലുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൊത്തമായിട്ട് ഒഴിക്കേണ്ട, നമ്മുടെ ചിരട്ടയുടെ ഒരു 1/4 ഭാഗത്തോളം പാലൊഴിച്ച് കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു അളവിൽ നമ്മൾ പാലൊഴിച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ നിറച്ചൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ തിളച്ച് പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നല്ല പോലെ തിളച്ച് വരട്ടെ കേട്ടോ. ഇപ്പോൾ ഇതാ പാല് ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് ഇപ്പോൾ കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ക്ലിപ്പ് ഇട്ടിട്ട് പിടിച്ചിട്ട് ഇരിക്കുകയാണ്. കാരണം ഇത് പെട്ടെന്ന് തിളച്ച് പൊന്തി വരുമ്പോഴേക്കും നമുക്ക് പാത്രത്തിലേക്ക് കാണിക്കണം. അതല്ലെങ്കിൽ ഗ്യാസുമേക്ക് ഒക്കെ വീണിട്ട് ഗ്യാസൊക്കെ ആകെ നമ്മുടെ അടുപ്പൊക്കെ ആകെ വൃത്തികേടാവാൻ സാധ്യതയുണ്ട്. കണ്ടില്ലേ, തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നല്ല പോലെ ഒന്ന് ചെറുതായിട്ട് പൊന്തി വരുമ്പോൾ തന്നെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. കണ്ടില്ലേ, ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടില്ലേ, കറക്റ്റായിട്ട് നല്ല പോലെ പൊന്തി നമ്മുടെ പാത്രത്തിലേക്ക് വീണിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ചിരട്ട ചായ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഒട്ടും പുറത്ത് പോകാതെ അടുപ്പുമേക്കൊന്നും വീഴാതെ നമ്മൾ കറക്റ്റായിട്ട് അടിയിൽ പാത്രം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് എല്ലാ ചായയും വേസ്റ്റ് ആവാതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിൽ, അടിപൊളി ടേസ്റ്റിൽ, ചിരട്ടയുടെയും കൂടി ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ചായ നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ.
ഇപ്പോൾ ഇതാ നമ്മൾ ചായ നല്ല പോലെ അരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുടിക്കാനായിട്ട്. അപ്പോൾ എപ്പോഴും ഒരേപോലത്തെ ചായയൊക്കെ കുടിക്കാതെ ഇതേപോലെ ഇടയ്ക്ക് വെറൈറ്റി ആയിട്ട് ഒന്നൊക്കെ ഉണ്ടാക്കി കുടിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് വീഡിയോ ഷെയർ ചെയ്യണേ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്